റീസെന്റ് നമ്മൾ സൈന സൗത്ത് പ്ലസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ രാമേന്ദ്ര പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. അതിലൊരു ഷോർട്സിന്റെ താഴെ ഒരുത്തൻ ഇട്ട ഒരു കമന്റ് ആണ്. ഊരിലെ പഞ്ഞ ഞാൻ തീർത്തരാൻ കേട്ടോ. അതില് നിഖിൽ വിനു അല്ലേ? നിഖിൽ വിനു പേരിൽ മാത്രമുള്ള ഈ ഓമനത്വം പ്രവൃത്തിയിൽ വെറും ദാറിയ മോന. ഈ കുട്ടി മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. ആ ഒരു ഫേസിൽ ആ കൊച്ചിനെ കണ്ടിട്ട് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ആ കൊച്ചു നിന്റെ അടുത്ത് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ. എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? എന്ത് ചെറ്റാണോ നീയൊക്കെ? എനിക്ക് അറിഞ്ഞത്തോണ്ട് ചോദിക്കുന്നു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കൊച്ചു പിള്ളേരെ കാണുമ്പോൾ നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ഒരു കമന്റ് ഇടാൻ തോന്നണം? അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ. സത്യം പറഞ്ഞാൽ നിനക്ക് റിപ്ലൈ തരേണ്ടത് ഇങ്ങനെ ഒരു ഭാഷയിലല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നിനക്ക് തരേണ്ട നാഗ സൈതേന്ദ്രി ചേച്ചി തരും പോലെ അങ്ങോട്ട് തരണം. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം ഇങ്ങോട്ട് പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കാൻ. പിന്നെ വേറൊരു കമന്റ് കൂടി എന്തോന്ന് അവൻ തന്നെ ഇട്ടേക്കുന്നത് മന്ദബുദ്ധി കുട്ടിയാണോ എന്ന്. അത് ശരി. അപ്പൊ തല്ലുകൊള്ളാൻ കണക്കാക്കി തന്നെ അറിയിരിക്കുകയാണല്ലോ. ഞങ്ങൾ എന്തിനും തയ്യാർ. നിങ്ങളാണോ ഡോക്ടേഴ്സ്? അവർക്കറിയാം, അവരുടെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയുടെ അച്ഛനും എല്ലാ മനുഷ്യരും കുറവുണ്ടടാ, എല്ലാ മനുഷ്യരും കുറവുണ്ട്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. സത്യം പറഞ്ഞാൽ ഈ കമന്റ് ഇട്ടപ്പോ നീ അതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അധികമൊന്നുമില്ല, 2-3 തിരി എവിടെ അപ്പൊ ഇയാളെല്ലാം തികഞ്ഞതാണോ? ഫുൾ തികഞ്ഞതാണോ? എടാ നാറി, നിനക്ക് നാണമുണ്ടോ? നമ്മുടെ അല്ല, ഫാമിലി അവനവന്റെ അച്ഛന്റെ പേര് പോലും അറിഞ്ഞാത്തൊരുത്തായിരിക്കും. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും ഒരു കുറവില്ല, തല മുടിയിലൊക്കെ. അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ല മുള്ളുമുറിക്കാൻ കാരണം. ഏതൊരു കൊച്ചു കുട്ടിയെ നോക്കിട്ട് നമുക്ക് എങ്ങനെയാടാ അത് പറയാൻ തോന്നണത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നീ ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പോവാടാ മരമാക്കി, പോയി തരത്തി പോയി കളിക്കടാ. ഇങ്ങനെയുള്ളവന്മാരെ തന്തയും തള്ളയും ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. കാരണം തന്തയും തള്ളയില്ലാത്തവന്മാര് ആണ് ഇങ്ങനെ കമന്റ് ഇടുന്നുള്ളൂ. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതുപോലുള്ളവന്മാരെ അടികൊടുത്ത് പറഞ്ഞു. നിന്റെ വിചാരം നീ 4 ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നിന്നെ പൊക്കാൻ പറ്റൂല, നിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റൂലെന്നാണ് നിന്റെ വിചാരമെങ്കിൽ നീ അത് മാറ്റി വെച്ചോ. ഇനിയുള്ള നിന്റെ കലാജീവിതം സെൻട്രൽ ജയിലായിരിക്കും. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. നീ എവിടെയുള്ളതാണ്, നീ എന്ത് ചെയ്യണം എന്നുള്ളത് വരെ നമുക്ക് തൂക്കാൻ പറ്റും. ഞാൻ അങ്ങനെ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഈ പബ്ലിക്കലി ഞാൻ കൊണ്ടുവരും. വെടിവെച്ച് കൊല്ലണപ്പാ അതിനെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.